ഇതിലുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തി കാണില്ല, നിങ്ങളെ എല്ലാവരും വരവയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ ആക്ച്വലി പറയേണ്ടത്. അങ്ങനെ ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ അധികാരം ഉണ്ടാക്കണം, എങ്ങനെ അധികാരം ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബുക്ക് ഓഫ് സാത്താനിൽ പറയണത് വിശ്വാസങ്ങളെയും അന്ധതയും തുറന്ന് കാണിക്കുകയും ചെയ്യണത്. ബുക്ക് ഓഫ് ലൂസിഫറിൽ പറയുന്നത് ഇൻഡിവിജ്വലിസം, സെൽഫ് പവർ, നോളജ്. ഇത് മൂന്നും എങ്ങനെ ഉണ്ടാക്കാം, അതായത് ഒരു വ്യക്തിത്വ വികാസം, നിങ്ങൾക്ക് സ്വയം പ്രാപ്തി, ഏത് രീതിയിലൂടെ നിങ്ങൾ നോളജ് ഉണ്ടാക്കാം, അതിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞു പോണ്ട് ബുക്ക് ഓഫ് ലൂസിഫറിൽ. ബുക്ക് ഓഫ് ബിലാലിൽ പറയുന്നത് ശരിക്കും റിച്വൽസ് ആണ്. അതായത് മാജിക്സിലൂടെ, മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാം, നിങ്ങൾക്ക് എതിരെ വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാം, ഇതൊക്കെ മന്ത്രത്തിലൂടെ എങ്ങനെ ചെയ്യാം, ആ റിച്വൽസ് എങ്ങനെ നടത്തണം എന്നൊക്കെയാണ് ബുക്ക് ഓഫ് ബിലാലിൽ പറയുന്നത്. ഇതിൽ കുറച്ചൊരു 5-6 പേജ് മാത്രം ബുക്ക് ഓഫ് ലെവിറ്റനെ പറ്റി പറയുന്നുണ്ട്. അതായത് വെള്ളത്തെ പറ്റിയിട്ട്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ശബ്ദത്തിന്റെ പവർ, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം. ഓരോരോ ലെറ്റേഴ്സിനും ഓരോ പറയണ വാക്കിനും പവർ കൂടുതലാണ്. അതിന്റെ പവർ എങ്ങനെയാണ്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് ബുക്ക് ഓഫ് ലെവിറ്റനിൽ പറഞ്ഞത്. അത് കുറച്ചേ ഉള്ളൂ ഇതിൽ. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായത്